ഇന്ത്യയിലേക്ക് എപ്പോൾ വരാനാകുമെന്ന് പറയാൻ കഴിയില്ല എന്ന് വിജയ് മല്യ ബോംബെ ഹൈക്കോടതിയിൽ. പാസ്പോർട്ട് അടക്കം യാത്രയ്ക്ക് ആവശ്യമായ രേഖകളില്ല എന്നും അഭിഭാഷകൻ മുഖേന അറിയിച്ചിട്ടുണ്ട്. മല്യ നേരിട്ട് ഹാജരാകാതെ സാമ്പത്തിക കുറ്റവാളിയായി പ്രഖ്യാപിച്ചതിനെതിരായ ഹർജി പരിഗണിക്കില്ല എന്ന് കോടതി നേരത്തെ തന്നെ നിലപാടെടുത്തിരുന്നു. ശ്രീനാഥ് ചന്ദ്രൻ വിവരങ്ങളുമായി. ശ്രീനാഥ്, ഗുഡ് മോർണിംഗ്. അങ്ങനെ പാസ്പോർട്ട് ഇല്ലെങ്കിൽ നമുക്ക് യാത്ര ചെയ്യാൻ പറ്റില്ല, അതെല്ലാവർക്കും അറിയാം. പാസ്പോർട്ടും പേപ്പറും ഇല്ലാത്തതുകൊണ്ടാണോ അതോ ഇന്ത്യയിലോട്ട് വരാനുള്ള പേടി കൊണ്ടാണോ മല്യ വരാതിരിക്കുന്നത്? ഹഷ്മി, ഏതായാലും വിജയ് മല്യ ഇന്ത്യയിലേക്ക് വരാനുള്ള സാധ്യതകൾ വളരെ കുറവാണ്. അതേസമയം ഇന്ത്യയിൽ എത്താതെ തന്നെ അദ്ദേഹത്തിനെതിരെയുള്ള കുറ്റങ്ങളൊക്കെ തന്നെ റദ്ദാക്കപ്പെടണം എന്നത് വിജയ് മല്യ ആഗ്രഹിക്കുന്നുണ്ട്. അങ്ങനെയാണ് ബോംബെ ഹൈക്കോടതിയെ അയാൾ സമീപിക്കുന്നത്. സാമ്പത്തിക കുറ്റവാളി എന്ന തനിക്കുമേൽ ചുമത്തപ്പെട്ട കുറ്റം അത് റദ്ദാക്കണം. മാത്രമല്ല, ഇങ്ങനൊരു ആക്ട്, ആ ആക്ടിന് പോലും നിയമസാധുത ഇല്ല എന്നതുകൂടി. 2 ഹർജികളാണ്. ഈ 2 ഹർജികൾ ബോംബെ ഹൈക്കോടതിയിൽ ചീഫ് ജസ്റ്റിസിന്റെ ബെഞ്ചിന് മുന്നിലാണ് ഉള്ളത്. നേരത്തെയും ഈ ഹർജി പരിഗണിച്ചപ്പോഴൊക്കെ കോടതി എടുത്ത നിലപാട് മല്യ നേരിട്ട് ഇങ്ങോട്ട് വരാതെ ഇങ്ങനെ ഒരു ഹർജിയുമായി ഇങ്ങോട്ട് വരേണ്ട ഒരു കാര്യവുമില്ല എന്നുള്ള നിലപാട് തന്നെയാണ്. മല്യയുടെ അഭിഭാഷകനോട് അത് വ്യക്തമായി തന്നെ കഴിഞ്ഞ തവണ പറഞ്ഞതാണ്. എപ്പോഴെത്താൻ കഴിയുമെന്ന കാര്യത്തിൽ ഒരു കൃത്യമായ വിവരം നൽകാൻ വേണ്ടി ആവശ്യപ്പെട്ടു. അങ്ങനെ കഴിഞ്ഞ ദിവസം ഈ കേസ് വീണ്ടും പരിഗണിച്ചപ്പോഴാണ് എപ്പോഴെത്താൻ കഴിയുമെന്ന കാര്യത്തിൽ വ്യക്തമായി ഒന്നും പറയാൻ ഇപ്പോൾ കഴിയില്ല എന്നവർ പറഞ്ഞത്. അഭിഭാഷകനാണ് ആ വിവരം അറിയിച്ചത്. പാസ്പോർട്ട് അടക്കമുള്ള രേഖകളൊന്നും ഇല്ലാത്തത് കൊണ്ടാണ് എപ്പോഴെത്താൻ കഴിയുമെന്ന കാര്യത്തിൽ തൻ്റെ ക്ലയൻറ്റിന് എപ്പോൾ എത്താനാവും എന്ന കാര്യത്തിൽ ഒരു വ്യക്തത തരാൻ കഴിയാത്തത് എന്നതാണ് അദ്ദേഹം ഒരു ന്യായവാദം പറഞ്ഞിരിക്കുന്നത്. ഏതായാലും കോടതി കടുത്ത നിലപാടിൽ തന്നെയാണ്. വിജയ് മല്യ എത്താതെ അദ്ദേഹം ഇപ്പോൾ നൽകിയിട്ടുള്ള ഹർജിയിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഇടപെടൽ കോടതിയുടെ ഭാഗത്ത് ഉണ്ടാവാനുള്ള സാധ്യത വളരെ കുറവാണ്. നേരത്തെ ഈ കേസ് പരിഗണിച്ചപ്പോഴൊക്കെ തന്നെ ശക്തമായ നിലപാടാണ് കോടതി ഈ വിഷയത്തിൽ എടുത്തിട്ടുള്ളത്. അതേസമയം വിജയ് മല്യയും ലളിത് മോദി അടക്കമുള്ളവരൊക്കെ തന്നെ ഇംഗ്ലണ്ടിലാണുള്ളത്. 2016 വിജയ് മല്യ ഇംഗ്ലണ്ടിൽ എത്തിയതിന് പിന്നാലെ തന്നെ അദ്ദേഹത്തിന്റെ പാസ്പോർട്ട് ഇന്ത്യ റദ്ദാക്കുകയൊക്കെ ചെയ്തിരുന്നു. പക്ഷേ അവിടെ ഒരു ആഡംബര ജീവിതം അദ്ദേഹം നയിക്കുകയും ചില യൂട്യൂബർമാർക്ക് അഭിമുഖം കൊടുക്കുകയും വിജയ് മല്യക്കൊപ്പമുള്ള ലളിത് മോദി ഇന്ത്യൻ സർക്കാരിനെ തന്നെ വെല്ലുവിളിക്കുന്ന തരത്തിലുള്ള സംഭാഷണങ്ങൾ നടത്തുന്നതൊക്കെ നമ്മൾ കാണുന്നുണ്ട്. ഏതായാലും മല്യയോട് കോടതി പക്ഷേ അത്രയധികം കരുണ കാണിക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. ഹാഷ്മി, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.